വണ്ടൂർ അത്താണിക്കൽ ബീവറേജ് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത് ജനവാസ കേന്ദ്രത്തിലല്ലെന്ന നിയമസഭയിലെ മന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് ബീവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. അത്താണിക്കലിൽ പുതുതായി ആരംഭിച്ച ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടുകയോ ജനങ്ങൾക്ക് ശല്യമല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് AP അനിൽകുമാർ MLA നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി വീണ ജോർജ്. എന്നാൽ മന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവന തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് 150-ലധികം വരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട ജനകീയ സമിതി ബീവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. മന്ത്രി പറഞ്ഞ പോലെയല്ല കാര്യങ്ങളെന്നും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വഴി നടക്കാൻ പോലും കഴിയുന്നില്ലെന്നും നാടിന്റെ സമാധാനം നഷ്ടപ്പെട്ടതായും കേന്ദ്രം അടച്ചുപൂട്ടുന്നതുവരെ സമരം തുടരുമെന്നുമാണ് സ്ത്രീകളും വിദ്യാർത്ഥികളും പറയുന്നത്. ഞാൻ ഈ റോട്ടിലൂടെ എന്നും സ്കൂൾ വിട്ട് പോകുന്ന ആളാണ്. എന്നും സ്കൂൾ വിട്ട് പോകുമ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. ഒരു ദിവസം ഞാൻ പോയപ്പോൾ 3 ആൾക്കാർ ഒരു ഓട്ടോറിക്ഷയിലിരുന്ന് കുടിക്കുന്നത് കണ്ടു. അതിൽ ഞാൻ ഉമ്മാക്ക് വിളിച്ച് പറഞ്ഞ്, അതിൽ ഉമ്മ പറഞ്ഞു നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഓളെ ശ്രദ്ധിച്ചോ പറഞ്ഞു. അതിൽ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഉമ്മാനോട് പറഞ്ഞപ്പോൾ പിറ്റേന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷൻ കൊടുക്കാനും വിളിച്ചെന്നെ. പിന്നെ അവിടേക്ക് വിളിച്ചാണ്ട് കൊടുക്കാൻ പറഞ്ഞാണ്ടിനെ വിളിച്ച്. അതിൽ ഞാൻ പേടിച്ച് ഓടി ഉമ്മാൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് നോക്കട്ടെ, ഞങ്ങൾ നോക്കിയിട്ട് വിളിക്കാറ്. ഇതൊരു വലിയൊരു വിപത്ത് തന്നെയാണ് നമ്മൾ ഈ നാടിന്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്രാമമായിരുന്നു, ഏത് നിൽക്കും. ഇന്നിപ്പോ ഇവിടെ ഒരു ആൾക്കാർക്ക് ഒരു കുട്ടികൾക്കായിക്കോട്ടെ വലിയവർക്കായിക്കോട്ടെ പ്രായഭേദമന്യേ ആർക്കും ഇതിൽ നടന്നു പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് സംഭവിച്ചിട്ടുള്ളത്. ഞങ്ങൾ നല്ല സമാധാനത്തോടു കൂടി പോയിരുന്ന റോഡായിരുന്നത്. ഇപ്പൊ അവര് വന്നപ്പോ നിറച്ച് വണ്ടി കാര്യങ്ങൾ പോകുമ്പോഴൊക്കെ അവര് അനാവശ്യമായിട്ടുള്ള നോട്ടം അവര് നോക്കുന്നതൊക്കെ. അപ്പൊ ഒരു ധൈര്യമില്ല ഇതിൽ കൂടെ ഞങ്ങൾക്ക് പോകാൻ. ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരി 22-നാണ് നാട്ടുകാർ അറിയാതെ പ്രദേശത്ത് കേന്ദ്രം തുറന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.